ശ്രീ പാണ്ഡ്യാല ഷാജി, ഇ.പി. ജയരാജൻ ഇനി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി മുന്നോട്ട് പോകുമോ അതോ പൊളിച്ചെടുക്കുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, അതിനകത്ത് ഒരു വിഷയം അതിനകത്ത് ഇപ്പം തൊട്ട് മുമ്പിൽ ശങ്കുട്ടിദാസ് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വളരെ അപകടകരമായ കാര്യങ്ങളും ചിലത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന്, മാർസിനെ ശങ്കുട്ടിദാസ് വായിക്കുന്നവരെല്ല മാർസിനെ വായിക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മാർസിൻ്റെ നറേറ്റീവുകളൊന്നും തന്നെ ഒരിക്കലും കാലഹരണപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അത് കാലഹരണപ്പെട്ടില്ല എന്ന് പറയുന്നത് മതബോധത്തിൻ്റെ മേലെ അല്ല, മറിച്ച് അതിന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു എന്താ പറയുക ചരിത്ര ദർശനം അതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ്. അതായത് വാസ്തവത്തിൽ ചരിത്രം ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവത്തിൻ്റെയും ഈ ചരിത്രത്തിൻ്റെ പുരോഗതിയാണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ വികാസവും അതിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത്. ആ അർത്ഥത്തിലേക്ക് ആ വിഷയത്തെ ഇങ്ങനെ എന്താ പറയുക ലളിതവൽക്കരിക്കാതെ അതിനെ വളരെ സീരിയസ് ആയി കണ്ട് അതിനെ രണ്ട് മതകീയമായ വിഷയങ്ങളിലേക്ക് അത് ചുരുക്കല്ല. രണ്ടാമത്തെ വിഷയം എന്താ പറയുക, സാമ്രാജ്യത്വ വിരുദ്ധ സമരമെന്ന നിലയിൽ ഇസ്ലാമിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ യോജിപ്പുകളുണ്ട്, ഇല്ലാന്ന് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ യോജിപ്പുകൾ ഉണ്ട് എന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇസ്ലാമും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരിക്കലും രാജിയാവുകയോ സന്ധിയാവുകയോ ചെയ്യുകയില്ല എന്ന് പറയുന്ന ഒരു അനിഷേധ്യമായ ചരിത്ര വസ്തുത ലോകത്തിന് മുമ്പിൽ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ വിഷയവുമല്ല വിഷയം. പക്ഷേ ഇത് ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിനകത്തേക്ക് വരുന്ന നേരം, ഇന്ത്യ പോലുള്ള രാജ്യത്തിനകത്തേക്ക് വരുന്ന നേരം അത് വോട്ട് ബാങ്കുകളുടെ വിഷയമായിട്ട് ഇത് ചുരുങ്ങുന്നിരുന്ന കാര്യം ശങ്കുട്ടിദാസ് പറയുന്നത് 100% ശരിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയത്തെ അതും വളരെ കൃത്യമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വളരെ അംഗീകരിക്കാവുന്ന ഒരു നിരീക്ഷണവുമാണ്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു ഒരു 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 നിലപാട് CPIM-ൻ്റെ അകത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ പക്ഷത്ത് നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനകത്ത് വളരെ കൃത്യമായി മുസ്ലിം വോട്ട് ബാങ്കുകളെ CPM-ൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നൊരവസ്ഥയുണ്ട്. പക്ഷേ മറുഭാഗത്ത് വരുന്നൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇയാളും, അതായത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്തു വന്നിട്ടുള്ള തലതിരിഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവർ ബോധപൂർവം ചെയ്തു വന്ന സംഭവത്തിൻ്റെ ഭാഗമായി CPIM എന്നൊരു പാർട്ടി സമ്പൂർണ്ണമായ ഹൈന്ദവവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് ബഹുദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബഹുദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ബഹുദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുസ്ലിം സമുദായത്തിനകത്തോട്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഭയങ്കരമായ വിഹ്വലതകളുണ്ട്. ആ വിഹ്വലതകളെ അഖിലേന്ത്യാ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ സമീപിക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്ന നിലപാടുകൾ പൂർണ്ണമായും എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിരിക്കുന്ന ഈ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ മേലെ തന്നെയാണ് എന്നുള്ളത് അപ്രതിരോധ്യമായിരിക്കുന്ന ഒരു വസ്തുതയുമാണ്. ഈ വസ്തുത നിലനിൽക്കവേ തന്നെ നമുക്ക് എത്തിച്ചേരാവുന്ന ചില നിഗമനങ്ങളുണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ മറ്റു വിഷയങ്ങളിലേക്ക് അങ്ങനെ അപ്പുറത്തേക്ക് മാറ്റി വിട്ടു കഴിഞ്ഞാൽ MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർക്ക് ശ്രീകുമാർ സാർ പറഞ്ഞിരിക്കുന്ന സാധനമുണ്ട്, ധാർമ്മികത. ഈ MP ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മുകേഷ് രാജിവെക്കണമോ വേണ്ടിയോ എന്നൊരു ധാർമ്മിക പ്രശ്നമല്ല. ധാർമ്മികതയുടെ മേലെ രാജിവെക്കുകയാണ് എങ്കിൽ പിന്നീട് ആ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയം തെറ്റാണ് എന്ന് വരികയാണ് എങ്കിൽ ഈ രാജിവെച്ച ആൾക്ക് പിന്നീട് MLA പണി തിരിച്ചു കിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം എന്താ? അത് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ LDF വിജയിക്കില്ല എന്ന് മാത്രം അതിന്റെ പച്ച മലയാളം. അതിന് ധാർമ്മികത എന്ന് പറയുന്ന സംഭവത്തിന്റെ കോപ്പൊന്നും ഇതിനകത്ത് കൂട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നീട് വരുന്ന ഒരു ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വാസ്തവത്തിന് ഇതിനെ കണക്ട് ചെയ്യേണ്ടുന്ന വിഷയം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് നിന്ന് വരുന്ന ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് പേജുകൾ കാണാമായിരിക്കുന്ന സംഭവത്തിനകത്തെ ഏറ്റവും പ്രധാനമായി സംശയിക്കേണ്ടിരിക്കുന്ന ഒരു ഘടകം എന്താണ്? ഒറ്റ ഘടകം മാത്രമാണ്. ഇതിനകത്തെ വമ്പൻ സ്രാവുകളുടെ പേരുകൾ വളരെ കൃത്യമായി എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്ന പേരുകൾ വിളിച്ചു പറയാൻ മാത്രം യോഗ്യനായിട്ടുള്ള ഒരാളുമാണ് വാസ്തവത്തിൽ ആര്? ഈ മുകേഷ്. അതുകൊണ്ട് തന്നെ മുകേഷ് അവിടെ രാജിവെക്കണമോ വേണ്ടിയോ എന്ന് പറയുന്ന വിഷയം ചില നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് ഒരു നേതാവിന്റെ അയാളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന്റെ അന്തർധാരിയായി കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അയാൾ രാജിവെക്കാൻ CPM-നകത്ത് മുഖ്യമന്ത്രി സമ്മതിക്കുന്ന വിഷയം ഉദിക്കുന്നില്ല. അപ്പൊ ഉദിക്കാത്തത് കൊണ്ട് തന്നെ ആ വിഷയം അവിടെ തെന്നിമാറിപ്പോവാണ് ഇത്. ഇതിനകത്ത് മറ്റൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. കേരളത്തിൽ ആദ്യമായി ഒരൊറ്റ രാഷ്ട്രീയ നേതാവിന്റെ പരിപാടിക്ക് മാത്രമാണ് ഈ കേരളത്തിലെമ്പാടുമുള്ള മുഴുവൻ സിനിമാ നടന്മാരെയും നടിമാരെയും പരിപാടി കൊണ്ടുപോയി ഫ്യൂഷൻ പരിപാടി സംഘടിപ്പിച്ചത്. അതും ഈ ധർമ്മടത്തിലായിരുന്നു. എന്താണ് ഈ ബന്ധം? ആ ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. അതിൽ ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്ന സംഭവത്തിനകത്ത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി അടക്കം ഈ ധർമ്മടത്ത് വന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്.
പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയേറെ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ സിനിമാ മേഖലയിലേക്ക് ഒഴുകി വരുന്ന പണത്തിനകത്തെ മൂലധനം ആരുടേതാണ് എന്ന് പറയുന്ന മറ്റൊരു ഗൗരവതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. ഈ മൂലധനം തീർച്ചയായും ആരുടേതാണ്? കേരളത്തിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരുമായി പിന്നെ സഹവർത്തിത്വത്തിലുള്ള ആടുകട പണമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. കോടികൾ ചെലവഴിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. ഞാൻ മറ്റൊരു ചാനലിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞാണ്, തലശ്ശേരിയിലെ ഒരാൾ 6 പടമാണ് എടുത്തത്. 6 പടവും പൊട്ടി പാളീസായിലാണ്. 6 പടം അതിൽ അഭിനയിച്ചത് അവരുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് അതിലെ പ്രധാനപ്പെട്ട നായകനായിട്ട് അഭിനയിക്കുന്നത്. ഒരൊറ്റ പടം ഒരു ദിവസം പോലും ഓടിയിട്ടില്ല. ഇങ്ങനെ വരാവുന്ന പൈസ കൊണ്ടുപോയി പൊട്ടിക്കുമ്പോൾ ഇത് ആരുടെ തുകയാണ്? അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തൽക്കാലത്തേക്ക് രക്ഷ നേടുക എന്നുള്ളതാണ്. പിന്നെ വേറെ ചോദിച്ച ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, EP വായി തുറക്കോ ഇല്ലയോ എന്നതിലാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, EP ഡബിൾ അടിച്ചിട്ട് വാളാണ്. കാരണം EP വളരെ കൃത്യമായ ഒരു സ്വസ്ഥ ജീവിതത്തേക്ക് കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സ്വസ്ഥ ജീവിതം ആർക്കും കൂടി സ്വീകാര്യമാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രിയും അതുൾപ്പെടെയുള്ള പരിവാരങ്ങൾക്കും സ്വീകാര്യമാണ്. അദ്ദേഹം അപ്പോഴും എന്തായി തീരും? അവരെ സഹായിക്കാനും തനിക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ബേജാറാവേണ്ട വിഷയമില്ല. ആ അർത്ഥത്തിലേക്ക് ഒരു സേഫ് സോണിലേക്ക് അദ്ദേഹം കണ്ടെത്തുമ്പോൾ അതായിരിക്കും കുറെ കൂടി സ്വീകാര്യമായിട്ട് അദ്ദേഹം സ്വീകരിച്ചേക്കാനുള്ള സാധ്യത. പക്ഷേ ഒരിക്കൽ പോലും ഒരു കലാപം ചെയ്ത് പുറത്തു വരാനുള്ള ഒരു ആർജവമൊന്നും അദ്ദേഹം കാണിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, EP വായി തുറന്നാൽ, ഞാൻ പലതവണ ആവർത്തിക്കുന്നതാണ്, ഈ മുഖ്യമന്ത്രി ഉണ്ടാവില്ല, ഈ പാർട്ടി സംഘടനാ സംവിധാനവും നിലനിൽക്കില്ല. അപ്പൊ ആ സംഘടനാ സംവിധാനം നിലനിൽക്കാതെ കേരളത്തെ കമ്മ്യൂണലൈസ് ചെയ്യുന്ന ഒരു ഏർപ്പാട് വളരെ ബോധപൂർവം ചെയ്തു വന്നതിന്റെ ഫലമായി CPIM എന്നൊരു പാർട്ടി മറുഭാഗത്ത് എതിർദിശയിൽ വളരെ കൃത്യമായി ഒരു ഹൈന്ദവ രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വളരെ എന്താ പറയാ സ്തോഭജനകമായ ഒരു ചിത്രവും കൂടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് അവസാന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റ് അതിഥികളിലേക്ക് പോകാൻ സമയമില്ല, സദയം ക്ഷമിക്കുക. എന്തായാലും വ്രണിത ഹൃദയനാണ് EP ജയരാജൻ. EP-യുടെ മുറിവിൽ വീണ്ടും പോറലുകൾ ഏൽപ്പിക്കാൻ പാർട്ടി നേതൃത്വം തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുന്നത് പിണറായി മുതൽ താഴോട്ടുള്ള നേതാക്കന്മാരാകും. EP വാ തുറക്കുമോ? അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമോ? കാത്തിരുന്ന് കാണാം.